ഇന്ന് കുറച്ചധികം പണിയുള്ള ദിവസമാണേ. അപ്പോൾ കുഞ്ഞൻ പോയതിന് ശേഷം പതുക്കെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതി. അടുക്കളപ്പണിയൊക്കെ രാവിലെ തന്നെ തീരും. കുഞ്ഞൻ പോകുമ്പോഴത്തേക്ക് തന്നെ ആൾക്ക് ചോറ് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അടുക്കളയിലുള്ള കാര്യങ്ങളെല്ലാം കഴിയും. പിന്നെ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ രാവിലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ പറഞ്ഞു വിട്ടതിൻ്റെ പിറകെ ഞാനും അമ്മയും കൂടി ഇനി കയറി വന്നു. അമ്മ ദാ കുറേ തുണികളും വാരിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മഴയാണ് കുറേ ദിവസമായിട്ട്. അപ്പോഴത്തേക്ക് ഇന്ന് നല്ല രീതിയിൽ വെയിലും വെട്ടമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ തുണിയെല്ലാം ഒന്ന് കഴുകിടാന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ തുണികൾ നമ്മളിട്ട തുണികളെല്ലാം കിടപ്പുണ്ട്. അതമ്മ കൈയോടെ രാവിലെ തന്നെ കൊണ്ടിട്ടിട്ടുണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. ഉള്ള വെയിലും വെട്ടത്ത് ഉണക്കി എടുക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഉച്ച കഴിഞ്ഞ് ചിലപ്പോൾ മഴയായിരിക്കും. അതുകൊണ്ട് അത് കഴുകാനിട്ടതിന് പിറകെ ഞാൻ വന്നിട്ട് ഇതാ നമ്മുടെ കുഞ്ഞിൻ്റെ തുണി കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ടവലും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാനിത് ഓൺലൈൻ മേടിച്ചതാണേ. അത്യാവശ്യമല്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. അധികം റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫേസ് ടവലാണ് ഇതൊരു 10 പീസ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു. നല്ല ലാഭത്തിന് എനിക്ക് കിട്ടിയതായിരുന്നു കേട്ടോ. നല്ല മെറ്റീരിയലാണ്, നല്ല പ്യുവർ കോട്ടൺ ആണ്. അപ്പോൾ ഇതും അതേപോലെ തന്നെ ഇത് കുറച്ച് നല്ല വീതിയുള്ള ടവലാണ്. അതായത് നമുക്ക് കുഞ്ഞിനെ പൊതിഞ്ഞൊക്കെ വെക്കാനും തുടയ്ക്കാനും ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കോംബോ പോലെയാണ് മേടിച്ചത്. ഇതൊരു 4 പീസ് ഉണ്ട്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, നല്ല പഞ്ഞൂലിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതാ ഒരു കുഞ്ഞുടുപ്പ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അതായത് ജബലാസ് മേടിച്ചിട്ടുണ്ട്. ഇത് 4 എണ്ണം വരുന്നൊരു സെറ്റായിരുന്നു കേട്ടോ. കോംബോ ഓഫറിന് കിട്ടിയതായിരുന്നു. അങ്ങനെ അതും വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം ഒരു വൈറ്റ് കോമ്പിനേഷനിലാട്ടോ മേടിച്ചത്. കളറായിട്ടുള്ളതും ഞാനിപ്പം വാങ്ങിച്ചില്ല. ലൈറ്റ് ഷെയ്ഡ് മതിയെന്ന് വിചാരിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് കളറായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ മേടിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഈ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചതല്ല, ഇത് ചിറ്റ വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണേ. അതായത് ചിറ്റ ബോംബെയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കുഞ്ഞിന് വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ കുഞ്ഞിന് വേണ്ടി ഞാനല്ല കേട്ടോ ആദ്യമായിട്ട് ഒരു സാധനം മേടിക്കുന്നത്. ചിറ്റയാണ് വാങ്ങിച്ചു വെച്ചത്. ഇത് വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസമായി. നമ്മുടെ വളകാപ്പ് ചടങ്ങ് കഴിഞ്ഞിട്ടായിരുന്നു ചിറ്റ പോയത്. ആ സമയത്ത് പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന കേട്ടോ. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്, പഞ്ഞി പോലെ ഇരിക്കുകയാണ്. അപ്പോൾ റിസീവിങ് ടവലായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കുഞ്ഞിനെ അതിനകത്ത് വാങ്ങിക്കാമെന്നും പറഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ നല്ല മണമുണ്ട്. എന്നാലും ഒന്ന് കഴുകണമല്ലോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എല്ലാ സാധനങ്ങളും ഞാൻ കഴുകി തന്നെ ആട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഒന്ന് ഉണക്കിയെടുക്കാം. നല്ല വെയിലുള്ള ദിവസങ്ങളിൽ കഴുകിയിട്ടാൽ മാത്രമേ അത് ശരിയാവത്തുള്ളൂ. അത് ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. ചിലപ്പം നന്നായിട്ട് ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ നല്ല സ്മെല്ലും ആയിരിക്കും. അതുകൊണ്ട് ഇന്ന് നല്ല വെയിലുണ്ട്. അതുകൊണ്ട് ഇന്ന് എന്തായാലും കഴുകിയിടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് രാവിലെ തന്നെ ഇതാവുമെന്ന് ആദ്യം നമുക്ക് ഒന്ന് മുക്കിയൊക്കെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകി ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ പേര് ഞാൻ കുറച്ച് തുണികൾ കഴുകിയിട്ടായിരുന്നു കുഞ്ഞിൻ്റെ. അപ്പോൾ അതിനകത്ത് ഞാൻ ഷാമ്പു ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ലിക്വിഡ് കിട്ടുമെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. അതായത് കുഞ്ഞുങ്ങളുടെ ക്ലോത്ത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ലിക്വിഡ് ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോഴാണ് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊട്ട് ലിക്വിഡ് കിട്ടും, നല്ലതാണ് എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഓൺലൈനൊക്കെ ഇങ്ങനെ തപ്പി അവസാനം നോക്കിയപ്പോൾ ഒരുപാട് ബ്രാൻഡിൻ്റെ ഉണ്ട്. അപ്പോൾ ഏത് മേടിക്കണമെന്ന് കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ നോക്കി അവസാനം എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയത് ലവ് ലാപ്പിൻ്റെ ആയിരുന്നു. അങ്ങനെ അതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. നല്ലൊരു ലൈറ്റ് സ്മെല്ലുമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ ലെഫ്റ്റ് സൈഡിൽ ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ ബയോയിലോ അങ്ങനെ കൊടുത്തേക്കാം കേട്ടോ. അതിൻ്റെ മാത്രമല്ല കുഞ്ഞിൻ്റെ ഞാനിപ്പോൾ വാങ്ങിച്ച ക്ലോത്തിൻ്റെയൊക്കെ ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ബയോയിൽ കൊടുത്തേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നല്ല പ്രൊഡക്റ്റ്സ് ആട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ വേണ്ടുന്നവർ ജസ്റ്റ് നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാലും മതി കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം. അങ്ങനെ പിന്നെ തുണിയൊക്കെ എല്ലാം മുക്കി വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഇവിടെ പയറൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മുടെ പാവലെല്ലാം പോയി. അങ്ങനെ പന്തലൊക്കെ കഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി പയറൊന്ന് പന്തലിട്ട് വെച്ചിട്ടുണ്ട്. അതിനി എത്രണ്ണം പിടിക്കുകയില്ലെന്ന് അറിയത്തില്ല. നേരത്തെയും പയറുണ്ടായിരുന്നു, പക്ഷേ അങ്ങോട്ട് വരുന്നതെല്ലാം അങ്ങ് ചീത്തയായി പോകുമായിരുന്നു. ഇപ്പോൾ ഒരു 3-4 എണ്ണം അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് പിടിച്ച് വന്നാൽ മതിയായിരുന്നു. അങ്ങനെ പിന്നെ ഇത് കയറി വന്നിട്ട് കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ പോയി തുണി കഴുകാമെന്ന് കരുതി. അപ്പോൾ കുറേ നേരം എനിക്ക് നിന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ.
നല്ല ബാക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ വീണേൻ്റെ പ്രശ്നത്തിൽ മാത്രമല്ല കേട്ടോ എനിക്ക് ബാക്ക് പെയിൻ ഉള്ളത്. എനിക്ക് അല്ലാതെ തന്നെ നല്ല രീതിയിൽ ഇപ്പം ബാക്ക് പെയിൻ കുറച്ച് നേരം നിൽക്കുകയോ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്തൊക്കെയാണ് ഓരോന്നും ചെയ്യുന്നത്. ഒറ്റ ഇരിപ്പും കിടക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബോറടിക്കും, എന്തോ ഒരു ഡിപ്രഷൻ പോലെ തോന്നും കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഞാൻ ഓരോന്ന് ചെയ്ത് നടക്കുന്നത് കാരണം എനിക്ക് ഈ ഒരു കുറച്ച് നാൾ കൊണ്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ എത്ര വയ്യെങ്കിലും ശരി തന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ. ഇല്ലെങ്കിൽ മനസ്സ് കൈവിട്ട് പോകുന്ന പോലെ ഒരു ഫീലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നല്ല ദേഷ്യം വരാറുണ്ട്, ഇടയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നാറുണ്ട്. അങ്ങനെ പല രീതിയിലാണ് കേട്ടോ മനസ്സിൻ്റെ ഒരു പോക്ക്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഒരു പ്രഗ്നൻസിയിലല്ല, ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് വല്ല ഡിപ്രഷൻ ആകുമോ എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ട്. കാരണം മനസ്സിനകത്ത് ചില സമയത്തൊക്കെ നമുക്ക് എത്ര ഇങ്ങനെ അടക്കി പിടിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇടയ്ക്ക് പ്രഗ്നൻ്റ് ആയ സമയത്തും ഇടയ്ക്കിടയ്ക്ക് വേദനകൾ തരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അകത്തുനിന്നായാലും പുറത്തുനിന്നായാലും ഇടയ്ക്കിടയ്ക്കൊക്കെ കുത്തി നോവിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതെന്താണെന്ന് അറിയത്തില്ല, അവർക്കൊക്കെ അതൊരു മനസ്സുഖമായിരിക്കും. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനത്തിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ പൊതുവേ എനിക്ക് അല്ലാത്ത സമയത്ത് ഉണ്ടാവുന്ന പോലെ അല്ലായിരുന്നു ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ. എനിക്ക് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും അതെന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ മനസ്സിൽ നിന്ന് അത് മാറുന്നുമില്ല കേട്ടോ. ഈ തരുന്ന സങ്കടങ്ങളും വേദനകളൊക്കെ ഉള്ളിനുള്ളിൽ അത് എവിടെയോ തറഞ്ഞു കയറുന്നത് പോലെ ആയിരുന്നു. എനിക്കത് അങ്ങോട്ട് മാറ്റിയെടുക്കാനും പറ്റുന്നില്ല. ഇനി അത് മാറുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തുമില്ല കേട്ടോ. അപ്പോൾ വേദനകളൊക്കെ തന്ന ആൾക്കാർക്കും സങ്കടങ്ങൾ തന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എന്നും ഓർമ്മയ്ക്കായിട്ട് ഞാനിങ്ങനെ കാത്തു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ തുണിയെല്ലാം കഴുകിയിട്ടു. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വന്നു. ഫുഡ് കഴിച്ചത് അന്നേരമല്ല, കുറച്ച് നേരം ഞാൻ പിന്നെ ഇവിടെയൊക്കെ വന്ന് കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അമ്മ ഫുഡ് എടുത്തു. ഏത്തയ്ക്ക പുഴുങ്ങി തരാമെന്ന് പറഞ്ഞു. ഇന്നിവിടെ ഫ്രൈഡ് റൈസ് പോലെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെജിറ്റബിളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിന്ന് അത് മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ഞാനിന്ന് കുറച്ച് ചോറ് കഴിച്ചു കേട്ടോ. അങ്ങനെ അതും കഴിച്ച് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ അത് അംഗൻവാടിയിലോട്ട് പോയേട്ടോ, ഇവിടെ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടേ. അങ്ങനെ എനിക്ക് അങ്ങ് വരെ നടക്കാൻ വയ്യാത്തതുകൊണ്ട് അമ്മ പോയി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പോയ സമയത്ത് ഞാൻ പിന്നെ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു അലമാര ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് കരുതി. ഇല്ലെങ്കിൽ ഇത് ഇനി ഇപ്പോഴൊന്നും വൃത്തിയാക്കാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതൊന്നും ഒതുക്കാനും പറക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പോഴും ആവുന്നുണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് വയ്യായികയൊക്കെ ഉണ്ട്. എന്നാലും ഇത് കുറേശ്ശെ ഒന്ന് ശരിയാക്കി വെച്ചില്ലെങ്കിൽ ആകെ കുളമായി കിടക്കും കേട്ടോ. ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ ഡ്രസ്സുകളൊക്കെ വെക്കാനും എടുക്കാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊന്ന് ഒതുക്കി വെക്കാമെന്ന് വെച്ചു. എൻ്റെ കുഞ്ഞനാണെങ്കിൽ ഷർട്ടൊക്കെ ആണെങ്കിൽ എടുത്തിട്ട് ഇടാത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചുരുട്ടി കൂട്ടി വെച്ചേക്കുവാ. കുളിക്കാൻ പറഞ്ഞായിരുന്നോ? അത്രയും നല്ല അലമാര പറക്കി ഒതുക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ പോയിട്ട് ഇതാ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുറച്ച് അടുത്താണ്, ഒരുപാട് ദൂരമില്ല, എന്നാലും ഇച്ചിരി നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ മാസം. അങ്ങനെ ഇതാ അമ്മ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എന്നെ വഴക്ക് പറയായിരുന്നു, നീ ഇന്നിനെ പോയി കുളിച്ചതെന്ന് ചോദിച്ചിട്ട്. ഇപ്പോൾ ഞാൻ വീണതിന് ശേഷം എല്ലാവർക്കും പേടിയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴൊക്കെ. അതുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ കുളിക്കാറുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചങ്ങ് കുളിക്കാമെന്ന്. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇന്ന്. എനിക്ക് എന്തോ തലയ്ക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അങ്ങ് പോയി കുളിച്ച് കേട്ടോ. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതി. എത്ര കുളിച്ചാലും ശരി തന്നെ ഇങ്ങനെ വിയർത്തൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. കുളിച്ചിട്ടങ്ങോട്ട് വന്നതേ ഉള്ളൂ, അതേപോലെ ഇതാ ഞാൻ വിയർത്തൊലിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ഇതാ ഷർട്ടൊക്കെ മടക്കിയതും മടക്കാത്തതും എല്ലാം ഉണ്ട്. അപ്പോൾ ഒരെണ്ണം എടുക്കും, അതിൻ്റെ കൂട്ടത്തിൽ എന്നെ ഇട്ട് നോക്കും, പിന്നീട് അത് വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് വെക്കും, മടക്കി വെക്കത്തുമില്ല. അതാകുമ്പോഴത്തേക്ക് പിന്നെ അത് ചുരുട്ടി കൂട്ടിയതുപോലെ ഇരിക്കും കേട്ടോ. പുതിയ നല്ല ഷർട്ടുകളൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഇരുന്ന് ഒരുമാതിരി നശിച്ച്. ഇനി ഒന്ന് തേച്ചൊക്കെ മടക്കിയാണ് ഞാൻ കൂടുതലും വെക്കാറുള്ളത് നേരത്തെ. പക്ഷേ ഇപ്പോൾ എനിക്ക് തേച്ചൊന്നും വെക്കാനൊന്നും വയ്യ. അതുകൊണ്ടൊന്നും നന്നായിട്ടൊന്ന് മടക്കി വെക്കുന്നേ ഉള്ളൂ. ഇപ്പോഴും എൻ്റെ നടുവിൻ്റെ കാര്യത്തിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്ന് തുടങ്ങി. എനിക്ക് അധികം നേരം ഇങ്ങനെ ഇരുന്ന് ഓരോന്നും ചെയ്യാൻ വയ്യ കേട്ടോ. പിന്നെ ഇതെല്ലാം അങ്ങ് വാരി ഇട്ട് പോയല്ലോ, അതുകൊണ്ട് ഇനി എന്തായാലും മടക്കി വെച്ചല്ലേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഇതെവിടെയാണ് കിടക്കുന്നത്, എല്ലാം കട്ടിലിലോട്ട് വാരി ഇട്ടു കേട്ടോ. അങ്ങനെ ഇത്തിരി നേരം ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്, തലകറങ്ങുന്ന പോലെ എന്തൊക്കെയോ
ഒരു ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് ഉപ്പിട്ട് ഇച്ചിരി മോരും വെള്ളം ആക്കി തരാമോ എന്ന്. അങ്ങനെ പിന്നെ അമ്മ ഒരു കപ്പിനകത്ത് മോരും വെള്ളം ആക്കി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. അധികം പുളിയൊന്നും ഇല്ല കേട്ടോ. അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു, ഇപ്പോൾ തൈര് ഇങ്ങോട്ട് ഒഴിച്ച് വെച്ചിട്ട് ഒഴിച്ച് വെച്ചിട്ട് പുളിയൊന്നും ഇല്ല, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല എന്നൊക്കെ. എന്നാലും കുഴപ്പമില്ല, എനിക്ക് അധികം ഇങ്ങനെ പുളിയില്ലാത്ത തൈരാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അത് ഞാനിങ്ങനെ വെറുതെ ചോറിൻ്റെ കൂട്ടത്തിലേക്ക് ഇങ്ങനെ ആക്കി ഇങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഒരുവിധം എല്ലാം ഒന്ന് മടക്കി വെച്ചു. ഇനി ഈ ഷർട്ടും കാര്യങ്ങളെല്ലാം ഒന്ന് എടുത്ത് അതിനകത്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. ഇനി സാരി ഇങ്ങനെ കിടക്കുന്നത് അതൊന്ന് റെഡിയാക്കാനുണ്ട്. അതൊക്കെ ഞാൻ വിചാരിച്ചു ഇനി ഓൺലൈനൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ, ചെറിയൊരു പ്ലാസ്റ്റിക് ബാഗ് പോലെ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അതിനകത്ത് ഇതെല്ലാം കൂടെ മടക്കി അടുക്കി അങ്ങ് വെക്കാമെന്ന് കരുതി. എന്നിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് ഇടാതെ അതിങ്ങനെ ഒരു സൈഡിലോട്ട് ഒതുങ്ങിയിരിക്കുമല്ലോ. ഇനി അതുകൊണ്ട് ഇനി കൈവെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ നടുവേന കൂടി ഞാൻ അങ്ങനെ വന്നങ്ങ് കിടന്നു കേട്ടോ. പിന്നെ അറിയത്തില്ല, ഭയങ്കര തലവേദന, ഇതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ട്. ചൂടുണ്ടല്ലേ? പിരിയത്തിൻ്റെ അവിടെ പനിക്കാണോ? ഇത്രയും ദിവസം എനിക്ക് ഇത്രയും നടുവേദന എടുത്ത് കിടന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല തലവേദനയും തലകറക്കും ബുദ്ധിമുട്ടൊക്കെ ആയി. കുറച്ച് നേരം അങ്ങനെ കിടന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇതാ അമ്മ കൊണ്ടുവന്ന് വെള്ളരിക്ക കഴിച്ചപ്പോൾ ഒരു ആശ്വാസം തോന്നി എനിക്ക്. തണുപ്പ് ചെന്നപ്പോഴത്തേക്ക് എന്തോ ഒരു ഉന്മേഷം തോന്നി. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ കുട്ടി പൈതൽ ഇവിടെ കിടന്ന് തുള്ളാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തണുപ്പൊക്കെ കഴിക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞ് ഞാൻ എടുത്തിയാണ് ഫോണ്. ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ ആൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. പിന്നെ അനങ്ങത്തേ ഇല്ല കേട്ടോ. മതിയായിരുന്നു നല്ല പേര്. അത് കഴിഞ്ഞ് പിന്നെ ഇതാ കുഞ്ഞൻ വന്നു കേട്ടോ. പിന്നെ കുഞ്ഞൻ വന്നതിന് ശേഷം കുറച്ച് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് അമ്മ ചായയൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ ഞാൻ ഇന്ന് അമ്മയടുത്ത് പറഞ്ഞു, എനിക്ക് പാല് വേണ്ട, എനിക്ക് ചായ മതി, എനിക്ക് തലവേദനയൊക്കെ അതുകൊണ്ട് ഇച്ചിരി കടുപ്പം കൂട്ടി ഏലക്കൊക്കെ ഇട്ടൊരു ചായ താന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇന്ന് ചായയൊക്കെ ആയിട്ടോ. പിന്നെ ഇതാ മമ്മി കൊണ്ടുവന്ന് മിച്ചറും ചിപ്സും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് രണ്ടിടത്ത് കഴിച്ചു. കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചിക്ക് ഷുഗർ ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ എല്ലാം കഴിക്കുന്നുണ്ടല്ലോ എന്ന്. എനിക്ക് ഷുഗർ ഉണ്ടെങ്കിലും എനിക്ക് വലുതായിട്ട് അങ്ങനെ ഇല്ലടാ. പിന്നെ ഞാനത് എന്തെങ്കിലും ഇച്ചിരി ആഗ്രഹത്തിന് ഞാൻ കഴിക്കാറുണ്ട്, മധുരം കഴിക്കാറില്ല. അതാണ് മെയിനായിട്ട്. ഷുഗർ അടങ്ങിയ ഫുഡുകളൊന്നും കഴിക്കാറില്ല. പിന്നെ ചോറും മാക്സിമം ഒഴിവാക്കാറാണ് പതിവ്. ഇടയ്ക്ക് മാത്രം ലൈറ്റായിട്ട് കുറച്ച് കഴിക്കുമെങ്കിലേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഞാൻ ഒന്നും കഴിക്കാറില്ല. പിന്നെ അമ്മ വീട്ടിലുണ്ടാക്കി തരുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ, പൊരിപ്പ് സാധനങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ അത് ഒരുപാടൊന്നും ഇല്ല, ഒന്നോ അല്ലെങ്കിൽ ഇത്തിരിയും കൂടെയാണ് മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അങ്ങനെ ഇതാ കുഞ്ഞൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെയുള്ള ലീലാവിലാസങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൾ ഫോൺ ചെയ്യുന്ന സമയത്തും ഗെയിം കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്താൽ അനങ്ങത്തേ ഇല്ല കേട്ടോ, അനങ്ങാതിരിക്കും. അല്ലാത്ത സമയത്ത് നമ്മളിങ്ങനെയാണ് എന്തെങ്കിലും ചെയ്താണ്ടല്ലോ കാറിക്കൂവി ബഹളം വെക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കിങ്ങനെ ചെയ്യാൻ തോന്നി, പൊട്ടൊക്കെ വെച്ച് മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കാൻ തോന്നി കേട്ടോ. അങ്ങനെ ഇതാ ഒരുക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇപ്പം അനങ്ങാതെ ഇരിക്കുന്നത് കണ്ടോ, എന്ത് പാവത്തിനും പോലെ. ഇതല്ലാതെ എങ്ങനെ ആയിരുന്നെങ്കിൽ എന്നെ ഇപ്പോൾ കൊന്നേനെ കേട്ടോ. ഇന്ന് നല്ല മൂഡിലായതുകൊണ്ട് ഇന്ന് വലുതായിട്ടൊന്നും കേട്ടില്ല. ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ വഴക്ക് പറഞ്ഞ് എന്നെ ഓട്ടിക്കാറുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പൊട്ടൊക്കെ തൊട്ടു, കണ്ണൊക്കെ എഴുതി കൊടുത്തു, മുടിയൊക്കെ കെട്ടി കൊടുക്കുമ്പോൾ. പക്ഷെ ആളാണെങ്കിൽ ഇരുന്ന് തരത്തൊന്നും ഇല്ല. ഇന്ന് പിന്നെ വലിയ കുഴപ്പമില്ലാതെ ഇരുന്നത് ആ ഫോൺ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് മാത്രമാണ്. എന്തെങ്കിലും അലക്കം പറയും ചെയ്താൽ അപ്പുറത്തിരിക്കുന്ന ആൾ കേൾക്കുമല്ലോ, അതുകൊണ്ടാണ് മിണ്ടാതിരുന്നത്. അങ്ങനെ രാത്രിയിലേക്കുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നേ. അപ്പം നമുക്കിന്ന് റവ ഉപ്പുമാവായിരുന്നു, അതിൻ്റെ കൂടെ പപ്പടവും കൂടെ ഉണ്ടായിരുന്നേ. അപ്പം പപ്പടവും കൂടെ ആക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഗ്രീൻ പീസ് കറി ആണെങ്കിലും പൊളിക്കോട്ടാ. അപ്പോൾ ഞങ്ങളിടയ്ക്ക് ഉപ്പുമാവിൻ്റെ കൂടെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി കഴിക്കും, തേങ്ങയൊക്കെ അരച്ചിട്ടേ. ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഇതാ ഫുഡെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതിന് ശേഷം എന്താ മരുന്ന് കഴിക്കാൻ വന്നു. ചൂട് കാരണം എനിക്ക് ഇരിക്കാൻ വയ്യ. ഇനി കിടക്കുന്നതിന് മുന്നായിട്ട് ഒന്നും മേല് കഴുകാതെ ഉറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. എല്ലാ ദിവസങ്ങളിലും അങ്ങനെയാണ്. നേരത്തെ കുളിച്ചാലും തന്നെ, വൈകിട്ട് കുളിച്ചാലും തന്നെ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഞാനൊന്ന് മേല് കഴുകിയിട്ടേ കിടക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ എനിക്കൊരു ഇത്തിരി പോലും ഉറങ്ങാൻ പറ്റത്തില്ല ചൂട് കാരണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, സീ യു.